പി.സി. ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ പി.സി. ജോർജ്, ഗോവിന്ദച്ചാമി എന്ന ചാർലി തോമസ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ജയിൽ ചാടിയിരിക്കുന്നു. അങ്ങേറ്റം നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടത്തിയ വ്യക്തിയാണ്. നമുക്കറിയാം സൗമ്യ വധക്കേസ് ഏതു രീതിയിലുള്ളതായിരുന്നു എന്നുള്ളത്. എങ്ങനെയാണ് ഇയാൾക്ക് ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിഞ്ഞത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. താങ്കൾ എന്താണ് ഈ വീഴ്ചയെ കാണുന്നത്? എങ്ങനെയാണ് ഈ വീഴ്ചയെ കാണുന്നത്? ഇതിപ്പോഴും കുറ്റകരമായ ഒരു അനാസ്ഥ. അതായത് ജയിൽ ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിനകത്ത് വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റില്ല. ഒന്ന് ആലോചിക്കണം, ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നവരെ അത് ട്രെയിനിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇന്ന് കേരളത്തിൽ സമൂഹം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഗോവിന്ദച്ചാമിയെ ഇത്രമാത്രം എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു റൗഡിയെ, ഒരു കൊലപാതകിയെ ഇത്രമാത്രം ശ്രദ്ധയില്ലാതെ ചന്തയിൽ പറപ്പിച്ചു എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അയാൾ കമ്പി മുളച്ചിറങ്ങിപ്പോയി. അയാൾ അത് എനിക്ക് വിശ്വാസമില്ല. എനിക്ക് ജയിലിനകത്ത് അയാളുടെ ആളുണ്ട് അവരെ ഇറക്കി വിട്ടാന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജയിലിലെ കമ്പി അങ്ങനെ മുളയ്ക്കാൻ പറ്റില്ല. ജയിലിന്റെ ആ കമ്പി എങ്ങനെ ഒരു മനുഷ്യൻ മുളയ്ക്കും? ജയിലിൽ കമ്പി മുളച്ചതിൽ ഇറങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പച്ചക്കളം. ഒരിക്കലും സെൻട്രൽ ജയിലിലെ കമ്പി മുളയ്ക്കാൻ കഴിയില്ല. അപ്പൊ വല്ല ചുറ്റിക്കും കമ്പി വളച്ചപോലെ കാണിച്ചിട്ട് അയാളെ ഇറക്കി വിട്ടതായിരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നത്. ഇത് ജയിൽ ഉദ്യോഗസ്ഥർ ആരിതിൽ പങ്കെടുത്തിട്ടുണ്ട്, ആരാണ് ഇത് പങ്കാളികൾ എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ ഗോവിന്ദച്ചാമിയായിട്ട് CPM-ന്റെ ബന്ധം എന്താണ്? മുഖ്യമന്ത്രിയുടെ ബന്ധമാണ്. കണ്ണൂരാണെന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ്, കണ്ണൂരായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ബന്ധം എന്താണെന്ന് കൂടി പരിശോധിക്കേണ്ടി വരും. നിഷ്പക്ഷമായ ഒരു എൻക്വയറി ഇറക്കണമെങ്കിൽ അത് ഈ ഗവൺമെന്റ് കാലത്ത് നടക്കുമെന്ന് സംശയമില്ല. എങ്കിലും എത്രയും ഭയം ജയിൽ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ ഇപ്പൊ സസ്പെൻഡ് ചെയ്തതിനെ പറ്റൂ. വാച്ചർ സസ്പെൻഡ് ചെയ്യുള്ളൂ. അയാൾ അറിഞ്ഞില്ലെന്ന് ഞാനിടയിൽ പറയുന്നു. ഏതായാലും ശക്തമായ നിലപാടിനകത്ത് ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ പി.സി. ജോർജ്, ഒരു കാര്യം കൂടി, ഈ സൗമ്യ വധക്കേസുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സമയത്ത് കോടതി ചില നിരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. പിന്നീട് അത് സുപ്രീം കോടതിയിൽ പോയപ്പോൾ വധശിക്ഷ ഇളവ് നൽകി ജീവപര്യന്തമാക്കി എന്നുള്ള വസ്തുത നിലനിൽക്കെ അന്ന് കീഴ്ക്കോടതിയുടെ വധശിക്ഷ ശരിവെച്ചുകൊണ്ട് ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രതി സമൂഹത്തിൽ ഇറങ്ങി നടക്കുന്നത് തന്നെ അപകടകരമാണ്, വലിയ ഭീഷണിയാണ് സ്ത്രീകൾക്ക് എന്നാണ്. അത്തരത്തിലൊരു കൊടും ക്രിമിനലാണ് ഇത്തരത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിൽ ചാടിയിരിക്കുന്നത് എന്നുള്ളതാണ്. താങ്കൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായി എന്നുള്ളത് 100% ശരിയാണ്. അതോടൊപ്പം മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് കൂടി താങ്കൾ കരുതുന്നുണ്ടോ? എന്റെ സംശയം അതാണ്. കാരണം ഇതിൽ ജയിലിൽ ചാടണമെങ്കിൽ ജയിലിന് പുറത്ത് ഈയുടെ അടുത്ത ആളുകളുണ്ടാവണം. അവരുമായുള്ള ബന്ധം ഈകളുമായിട്ട് സ്ഥാപിച്ചിരിക്കണം. ഇല്ലെങ്കിൽ അത് ജയിലിൽ കയറാൻ പറ്റില്ല. ജയിലിൽ അത് കിടക്കുക. ജയിലിൽ നിന്ന് ചാടിയാൽ ആർക്കും അറിയാം ജയിൽ പുള്ളിയാണ്. അപ്പൊ ഡ്രസ്സ് മാറണം. ഈ ഏതെങ്കിലും ഒരു കടയിലോ വീട്ടിലോ ഡ്രസ്സ് മാറിയിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. ഇല്ലെങ്കിൽ എവിടെ നിന്ന് ഈ ഡ്രസ്സ് കിട്ടി? അല്ലെങ്കിൽ എങ്ങനെ വേഷം മാറി? അത് തന്നെയാണ് ഇത്രയും മുകളിൽ എങ്ങനെ ചാടി? കമ്പി വളയില്ല. എങ്ങനെ കമ്പി വളഞ്ഞു? കാരണം സെൻട്രൽ ഞാൻ ഈ ഒരു വ്യത്യസ്ത കമ്മിറ്റി ചെയർമാൻ ആയിരുന്നപ്പം നമ്മുടെ കേരളത്തെ മുഴുവൻ സെൻട്രൽ ജയിലും ഉൾപ്പെടെ സബ് ജയിലും ഉൾപ്പെടെ ജില്ലാ ജയിലുകളും പരിശോധിച്ച് പറയാം. അപ്പൊ അവിടുത്തെ കമ്പിയൊക്കെ എന്താണെന്ന് എനിക്കറിയാം. ആ കമ്പിയൊന്നും ഒരു മനുഷ്യന് വളയ്ക്കാൻ പറ്റില്ല. മനുഷ്യന് സാധ്യമല്ല. പറ്റും, നല്ല ചുറ്റിയേക്ക് അടിക്കാൻ പറ്റി അങ്ങനെ വളയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വളഞ്ഞിട്ടുണ്ടെങ്കിൽ ചുറ്റി എവിടെ നിന്ന് കിട്ടിയേക്ക് വളയ്ക്കാൻ? അല്ല, ചുറ്റി വെച്ച് അടിക്കാല്ല സൗണ്ട് കേൾക്കിപ്പോയി അവിടെ ഒന്ന് ആലോചിക്കാൻ. തൂക്കുകയർ കിട്ടിയവനാണ്. തൂക്കുകയറിയ സുപ്രീം കോടതി ഒരു ഔദാര്യം കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അല്ല, ഇതിനു മുമ്പ് തൂക്കിക്കൊല്ലപ്പെടേണ്ടവനാണ്. അത് അർഹതപ്പെട്ട ശിക്ഷ അത് തന്നെയാണ്, തൂക്കുകയറാണ്. ഞാൻ പെടുന്നയാൾ തൂക്കിക്കൊല്ലണം തന്നെയാണ് എന്റെ അഭിപ്രായം. അവള് അയാള് അത്രയും നിർത്തുകെട്ട അവസ്ഥയിൽ ഈ സമൂഹത്തിൽ ഇറങ്ങി നടക്കുക എന്ന് പറഞ്ഞാൽ അവനിപ്പോ ചാടി നടക്കുക. ഈ ചാട്ടത്തിനിടയ്ക്ക് എന്തെല്ലാം സംഭവം നടത്തുന്ന ആർക്കറിയാം? ഏത് പെടുന്ന അവൻ ചെയ്യുന്ന ആർക്കറിയാം? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ റോഡിൽ കൂടെ നടത്തല്ലേ? ഇവരിപ്പോൾ ഒരു റാസ്കർ ഇറങ്ങി അതിന് തയ്യാറായാലും എവിടെ പോയി നിൽക്കുന്നു ആലോചിച്ച് നോക്കി. ഇതൊക്കെ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ഏതോ അദൃശ്യ ശക്തിയുടെ പിന്തുണയില്ലാതെ അവനിങ്ങനെ ഇറങ്ങിടക്കാൻ കഴിയില്ല. എനിക്ക് അത്ഭുതം, സുപ്രീം കോടതിയാണ് അയാളെ തൂക്കുകയർ വേണ്ടെന്ന് വെച്ച നടപടി തന്നെ ശരിയല്ലല്ലോ. എന്തുകൊണ്ട് സുപ്രീം കോടതി നല്ല വക്കീലിനെ വെച്ച് ഗവൺമെന്റ് ആ കാര്യത്തിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് കൂടെ ഒരു സംശയം എനിക്കുണ്ട്. ഏതാണെങ്കിലും അവനെ ഇറക്കി വിടുന്നത് ശരിയല്ല. അവൻ നാട്ടുകാരുടെ എനിക്ക് ഓടിച്ചിട്ട് പിടിക്കണമെന്നുണ്ട്. ഇപ്പം അവനെ ഓടിച്ചിട്ട് പിടിച്ച് ജയിലിൽ കൊണ്ട് കൊടുക്കണം. അല്ല പറ്റിയ ജനം കൂടെ സഹകരണ കാലത്ത് കൊണ്ടാണ് ആ കണ്ണൂർ മേലെ
എനിക്ക് ഈയിടെ മനസ്സിലാത്തൊരു സംഭവം, ഈയിടെ ഈ പത്രം വായിക്കും ഏറ്റവും വലിയ മനസ്സിലായ കൂടുതൽ മോഷണ കേസുകള്, കള്ളക്കടത്തുകള്, ഇത് മുഴുവൻ കണ്ണൂർ മേഖലയിലെ. എന്തുകൊണ്ടായിരുന്നു? ഇവിടെ മറ്റൊരു മേഖല ഇല്ലെന്നല്ല, തുലം താരതമ്യപ്പെടുത്തുമ്പം ഈ മേഖലയിൽ ഒരെണ്ണം ഉണ്ടാകുമ്പോൾ 15 എണ്ണം. എന്തുകൊണ്ടാണ് കണ്ണൂർ മേഖല ഇത് വരുന്നത്? ഈ പിണറായി, ഞാൻ തെറ്റിദ്ധരിക്കുകയാണ്, പിണറായി അസ്ഥാനത്ത് ചുമ്മാ കുറ്റപ്പെടുത്തുന്നതായിട്ട് തെറ്റിദ്ധരിക്കണ്ട. എന്തുകൊണ്ട് ഇത് സംഭവിക്കും? അപ്പം രക്ഷിക്കാൻ ആളുണ്ടായെന്ന ധാരണയാണ് ഇങ്ങനെ വൃത്തികൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. എനിക്ക് രക്ഷപ്പെടാമെന്ന് ബോധ്യമുള്ളപ്പോഴേ ഞാൻ വൃത്തികൾ കാണിക്കുന്നത്, മനസ്സിലായി? അപ്പം രക്ഷപ്പെടുന്ന സാഹചര്യം എന്താണ്? അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആലോചിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ട് ഈ കണ്ണൂർ മേഖല ഇത്രമാത്രം പോക്സോ കേസുകളും ബലാത്സംഗ കേസുകളും കള്ളക്കടത്തും ചരസും MDMA കേസുകളുണ്ടാവും? ആലോചിക്കേണ്ട പ്രശ്നമാണ്. തീർച്ചയായിട്ടും ഈയിനം നടപടിയായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു സർക്കാരിന്റെ തെറ്റല്ലേ ഇതൊക്കെ എന്ന് ഞാൻ സംശയിക്കുന്നു. ഞാൻ കുറ്റപ്പെടുത്തുന്നത് സംശയിക്കുന്നു. ആ സംശയവും ജനഹൃദയങ്ങളിലുണ്ട് എന്ന് മാത്രമാണ്. ഒരു സാധാരണക്കാരന്റെ പൗരൻ എന്ന നിലയിലാണ് എന്റെ വികാരം ഞാൻ പറയുന്നത്. പരിശോധിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതെ, തീർച്ചയായും. വളരെ നന്ദി ശ്രീ PC ജോർജ് പ്രതികരിച്ചതിന്.